അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. മലയാളികൾക്കുള്ള യാഷിന്റെ പാൻ ഇന്ത്യൻ ഓണ സമ്മാനം ടോക്സിക് എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്പ്. പേരിൽ തന്നെ തരികട, ഇപ്പൊ പ്രവൃത്തിയിലും അടി ഇടി വെടി. ഒരക്ഷരം പോലും തെറ്റിയില്ല. ഒന്നുമില്ല പടത്തിനകത്ത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഇത് നാളെ മടങ്ങും. ഇന്നത്തേക്കുള്ള ഷോ ഉള്ളൂ, നാളെ ഇത് കട്ടേ കയറും. എന്താടാ ഇത്? എല്ലാരും ശപിച്ചിട്ടാണല്ലോ പോകുന്നത്. അവിടെ ചിരിയായിരുന്നു, കോമഡി എന്റർടൈനർ ആയിരുന്നു ലാസ്റ്റ് ക്ലൈമാക്സ് ആയപ്പോ. നന്നായിട്ട് കണ്ടിരിക്കുക. അപ്പൊ മലങ്കണ്ട് പണ്ടിന് ഒരു നാളൊക്കെയാടാ ഈ പടം. കാരണം ഗീതു ചേച്ചിക്ക് ഭ്രാന്തി, യാഷിന്റെ അടുത്തുള്ള സ്നേഹം കൂടെ ഇല്ലാതായി പോയി. നിനക്കെങ്കിലും ഇത്തിരി പക്വതയും കണ്ണിച്ചോരയും ഉണ്ടാവുമെന്നാ ഞാൻ വിചാരിച്ചത്. എന്നിട്ടിപ്പോ നീ കൂടി. അമ്മേ അരുത്, അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. വേണ്ട വേണ്ട, ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ. ഇല്ല, ക്ലൈമാക്സ് കാണുന്നതിന് മുമ്പ് ഇറങ്ങി വന്നു. ഇനി വരുന്ന ആൾക്കാരോടെല്ലാം ചോദിക്കാം ക്ലൈമാക്സിൽ എന്തോ സംഭവം. സെക്കൻഡ് ഹാഫും കൊള്ളത്തില്ല. അപ്പൊ അതിനൊരു തീരുമാനമായി. ഫുൾ അലമ്പെന്ന് വെച്ചാൽ അലമ്പ് മാത്രം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. സമാധാനമായ സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. സീൻ ബൈ സീൻ എങ്ങനെ പ്ലക്കായെന്ന് വരുന്നു, പ്ലക്കുന്നു, പോകുന്നു. 3.5 മണിക്കൂർ ഇതാണ് ഈ പടം മൊത്തം. എന്തൊരു നടിമാരുടെ എന്തൊരു അഴകട കാണാൻ വേണ്ടി. അതൊന്ന് തലേന്നൊന്ന് ഇറങ്ങട്ടെ. അയ്യോ, തേൻ കുടിക്കുന്നു, പറക്കുന്നു, അടൽ കണ്ടന്റ് ഒക്കെ ഒരു 10 മിനിറ്റ് കൂടുമ്പോഴൊക്കെ അതിങ്ങനെ വന്നോണ്ടിരിക്കുക, എങ്ങനെ കണ്ടോണ്ടിരിക്കുക. ഇത് നേരത്തെ അവൻ വന്ന് ഉപ്പ് നോക്കാൻ വന്നിട്ട് പോയി, അത്രയല്ലേ ഉള്ളു. അനി നാട്ടുകാരുടെ തുള്ളണ എന്തായിരുന്നു? ഉപ്പ് നോക്കാനാ? ഫസ്റ്റ് ഹാഫിലൊക്കെ ഫുള്ള് 10 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. നമുക്ക് കാണുമ്പോൾ തന്നെ തലവേദന എടുക്കും. പണം കാണാൻ പ്രത്യേക ശ്രദ്ധയ്ക്ക് 5 ചട്ടിയെങ്കിലും ഇട്ടോണ്ട് വരണം. എന്റെ അഭിപ്രായത്തിൽ ഇരുമ്പിന്റെ അണ്ടർവെയർ ധരിക്കുന്നതായിരിക്കും സേഫ്. ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക്. കിട്ടിക്കാനാണ് കോടികൾ മുടക്കി നിങ്ങൾ ഈ സിനിമ എടുത്തത്. അല്ല, എനിക്ക് മനസ്സിലായിട്ട് ചോദിക്കണം. ഇവന്മാരുടെ തലക്കൊക്കെ പ്രാന്താണ്. ഇവിടെ താളത്തുള്ള നിങ്ങളുടെ തലക്കെന്താ വട്ടുണ്ട? യാ മോനെ, യാഷ് താടിയുണ്ട്, ലുക്കുണ്ട്, കറക്റ്റ് കരടിനീയുടെ പരസ്യം. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചെന്ന് പറഞ്ഞ പോലെ ആയല്ലോടാ. ലാസ്റ്റ് കുറെ കോമാളികൾ വരുവാണ്. ഇതൊരു കോമാളി പടമാണെന്ന് കാണിക്കാൻ വേണ്ടി കോമാളികൾ വരെ ഇറക്കിയ ഗീതു മോഹന സ്ത്രീ. എങ്ങനെയാ ഇനിയിപ്പോ? അമ്മയും അമ്മാവനും ഒക്കെ ആയിട്ട് നാടകക്കാര് വന്ന് ഇറങ്ങോ? നീ കൂടി തുടങ്ങില്ലേ? മനുഷ്യരുടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ ആരെ കെട്ടിക്കാനാണ് വെടിവെക്കുന്നത്? ഇയാൾ ആരൊക്കെയോ വെടിവെക്കും. എന്തിനെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. ഇയാള് വെടിവെക്കും 2 തരത്തില. ഒന്ന് തോക്കെടുത്ത് വെടിവെക്കും, 2 സ്ത്രീകളെയും വെടിവെക്കും. ലൈഫ് ഈസ് പ്ലാൻ ആൻഡ് എൻജോയ് എന്നാണ്. എങ്കിലും മനസ്സിലാവണ്ടേ? ഒന്നും മനസ്സിലാവുന്നില്ല. യാഷ് വരുന്നു, വെടിവെക്കുന്നു. യാഷ് വരുന്നു, വീണ്ടും വെടിവെക്കുന്നു. ആളല്പം ഡീസന്റ് ആണെന്നാ വിചാരിച്ചേ. രാത്രിയായ ഇതാ പണിയല്ലേ? ഇത് ഏപ്പടമാണ്. മനഃപൂർവ്വം അല്ല, ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയില്ല. ഒതല്ലോ പറഞ്ഞേക്കുന്നത് പൊട്ടോടുത്ത ലൈറ്റ് ആൻഡ് പൊട്ടോടുത്ത അതുപോലെ പോക്കെടുത്ത് വെടിവെക്കുന്നു, പിന്നെ ഇയാള് കളിക്കുന്നു. മലയാളം പടം വല്ലതും പോയി കാണാൻ അത്രേ ഉള്ളൂ. മലയാളം ഡയറക്ടറുടെ പടമാണ്, വേറെ പടം കാണുന്നതല്ല. ഈ കളി ഇനി ആര് കളിച്ചിട്ട് കാര്യമില്ല.